പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, യാക്കോസ്ലിയായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവിക ജ്ഞാനത്താൽ നിറയുവാൻ, ദൈവവചനം കൊണ്ട് നിറയുവാൻ, ദൈവിക ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അതിനുള്ള അഭിഷേകത്തിനായി, കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് സൗഖ്യം കൊടുക്കുവാൻ, സമാധാനം കൊടുക്കുവാൻ, സന്തോഷം പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് നന്മ ചെയ്യുവാൻ കർത്താവേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധി അമ്മേ, ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.